ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളിന്ന് ചീരക്കടയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പച്ച കളർ ചീര അറിയാമല്ലോ, നമ്മുടെ ഹാർട്ടിനായാലും കണ്ണിനായാലും സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് പരിപ്പാണ് എടുക്കുന്നത്. ചെറുപയർ പരിപ്പും എടുക്കാം, അതല്ലെങ്കിൽ തുവരപ്പരിപ്പും എടുക്കാം. ചെറുപയർ അല്ലെങ്കിൽ ഇത് രണ്ടും ഹാഫ് റേഷ്യോയിലും എടുക്കാം. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 10-12 ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ സവാളയാണ് ആഡ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം 2 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നടുവേ ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമ്മുടെ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഞാനിവിടെ ഏകദേശം 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചീരക്കടയിൽ എപ്പോഴും ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്, പക്ഷെ ഞാൻ എപ്പോഴും ഒരു ലൈറ്റർ കൺസിസ്റ്റൻസിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം പിന്നീട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇത്രയും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ പരിപ്പ് വേവുന്ന ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചീര ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ചീര എന്തോരം വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാം. ഇപ്പോൾ 1/2 കപ്പാണെങ്കിൽ 1 കൈപ്പിടി ആ രീതിയിലാണ് സാധാരണ പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഇത് ഹെൽത്തി ആയത് കാരണം. ഈ നമ്മുടെ ചീര തോരൻ കഴിക്കാൻ എനിക്ക് ഇച്ചിരി മടിയുള്ളത് കാരണവും ഞാൻ ഇതിൽ ആഡ് ചെയ്താണ് ഈ ഒരു ചീര കഴിക്കാറ്. അപ്പോൾ ഞാൻ മാക്സിമം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ചീരയെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം. എണ്ണ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഉഴുന്നാണ് ആഡ് ചെയ്യുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഏകദേശം 4-5 വെളുത്തുള്ളി ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏകദേശം 5-6 ചെറിയ ഉള്ളി അല്ലെങ്കിൽ അതിന് സമമായിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള എല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു 3-4 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചീര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചീര ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം എന്നൊന്നുമില്ല, കാരണം പെട്ടെന്ന് തന്നെ വാടി വരും. അത് കാരണം നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് നേരമൊന്നും ഇത് വരട്ടി നമ്മുടെ തോരൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മുടെ ചീര റെഡിയാണ്. ഇനി നമ്മുടെ പരിപ്പ് എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും നല്ല വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മുടെ ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ റെഡിയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഒരു ടൈമിൽ ഉപ്പും അതുപോലെ തന്നെ കൂടുതൽ തിക്കാവണ്ട എന്നാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരക്കടയിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ കൂടി എന്നെ ഒന്ന് അറിയിച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. സീ യു ദെൻ, ബൈ.